എല്ലാവർക്കും നമസ്കാരം. ഈ കോവിഡ്-19 പശ്ചാത്തലത്തിൽ എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും ലോക്ക്ഡൗണിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. അതായത് നമ്മൾക്ക് പുറത്ത് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, അതുപോലെ സാനിറ്റൈസ് ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കണം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വഴുതനങ്ങ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നോക്കുന്നത്. ഇതിനെ നോർത്ത് ഇന്ത്യയിൽ ബൈംഗൻ ഭർത്ത എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ബൈംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനങ്ങ എന്നാണ് അർത്ഥം. ഈ കറി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്. പിന്നീട് നമുക്ക് വേണ്ടത് ഏതാണ്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതുപോലെ 2 വെളുത്തുള്ളി. പിന്നീട് വേണ്ടത് മല്ലിയിലയാണ്, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഗരം മസാല, പിന്നെ ജീരകം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. കാരണം നമ്മളിത് ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. ചുട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം എണ്ണ തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയുടെ ചുറ്റും ഒന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതായത് ചെറുതായി ഒന്ന് മുറിച്ച് കൊടുക്കണം. ഇതുപോലെ. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകംഭാഗം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. ഇതുപോലെ മുറിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ഞാൻ വഴുതനങ്ങയുടെ അകത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും വയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചുട്ടെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പം ഗ്രില്ലില്ല, അതുകൊണ്ട് ഞാൻ ഗ്രില്ല് ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് ചുട്ടെടുക്കാൻ വേണ്ടി ഗ്രില്ലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ വഴുതനങ്ങ ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇതിനെ തിരിച്ചും മറിച്ചും വെച്ച് നന്നായി ചുട്ടെടുക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് ആരുടെയും കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ നല്ല പാകമായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. വഴുതനങ്ങയുടെ ചൂട് മാറിയിട്ടുണ്ട്, ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളയാം. അങ്ങനെ നമ്മൾ വഴുതനങ്ങയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടെ മുറിച്ച് മാറ്റാം. ഇനി നമുക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ കുറച്ചുകൂടെ ഈസി ആവും. നമ്മളിവിടെ വഴുതനങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് ഒരു 1/2
ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് ഒരു 3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അതും ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം, എന്നെ അറിയിക്കണം.